ഹൈ വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ +2 ഹിസ്റ്ററിയിലെ ഏഴാമത്തെ തീമായിട്ടുള്ള ഒരു സാമ്രാജ്യ തലസ്ഥാനം വിജയനഗരം എന്നുള്ള പാഠത്തിൽ ഏറ്റവും എക്സ്പെക്റ്റഡായിട്ട് നമുക്ക് എന്തായാലും ഷുവറായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. വിജയനഗര സാമ്രാജ്യം കളിൻ മക്കൻസി എന്നൊരു എഞ്ചിനീയർ 1800 അമ്പി എന്നൊരു നഗരാവശിഷ്ടം കണ്ടെത്തുന്നത്. വിജയനഗരം സ്ഥാപിച്ചത് ഹരിഹരനും ഖാനുമാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖമായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു സാലുവ രാജവംശത്തിലുള്ള കൃഷ്ണദേവരായിരുന്നു. കൃഷ്ണദേവരായരുടെ കാലഘട്ടം വിജയനഗര സാമ്രാജ്യത്തിൽ വികസനത്തിനും ഏകീകരണത്തിനും കാലമായിരുന്നു. അപ്പോൾ സാലുവ രാജവംശത്തിലെ കൃഷ്ണദേവരായരെ കുറിച്ച് എഴുതാൻ വരാറുണ്ട്. നല്ലൊരു കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പണ്ഡിതന്മാരും കലാകാരന്മാരും അവരുടെയൊക്കെ രക്ഷാധികാരിയായിരുന്നു. അദ്ദേഹം തന്നെ തെലുങ്കിൽ പല കൃതികളും രചിച്ചിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് അമുക്ത മാല്യതയാണ്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ അഷ്ടദിഗ്ഗജുകൾ 8 കവികൾ ഉണ്ടായിരുന്നു എന്നാണ് അമരനായകന്മാർ പറയുന്നുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിൽ രാജാവിന് തൊട്ടു താഴെ നിൽക്കുന്ന വിഭാഗമാണ് നായകന്മാർ. സൈന്യാധിപന്മാർക്ക് ഒരു നിശ്ചിത നികുതി പിരിക്കാനുള്ള പ്രദേശങ്ങൾ നൽകുന്ന പതിവ് നിലനിന്നിരുന്നു. അമരം എന്നായിരുന്നു അതിനറിയപ്പെടുന്നത്. ഈ സമ്പ്രദായത്തെയാണ് അമരനായകന്മാർ എന്ന് പറയപ്പെടുന്നത്. അമരനായകന്മാർക്ക് പതിച്ചു കിട്ടിയ സ്ഥലങ്ങളിൽ ഭരണം അവരുടെ കീഴിലായിരുന്നു. അപ്പോൾ രാജാവിൻ്റെ കീഴിലുള്ള സൈന്യാധിപന്മാർ നായകന്മാർ അപ്പോൾ അവർക്ക് കപ്പം പിരിക്കാൻ ടാക്സ് പിരിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. അതിന് അമരം എന്ന് പറയുന്നു. ഈ സമ്പ്രദായത്തിന് അമരനായക സമ്പ്രദായം എന്ന് പറയുന്നത്. വർഷം തോറും അമരനായകന്മാർ രാജാവിന് കപ്പം നൽകണം, ടാക്സ് നൽകണം. അമരനായകന്മാരുടെ സ്ഥലം മാറ്റിയിരുന്നു. വിജയനഗരം തുംഗഭദ്ര നദി സൃഷ്ടിച്ച പ്രകൃതിദത്തമായ നദീതടത്തിലാണ് വിജയനഗരം സ്ഥിതി ചെയ്യുന്നത്. വിജയനഗരം ഒരു വരണ്ട മേഖലയാണ്. അതുകൊണ്ട് തന്നെ കുടിവെള്ളം പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കുളങ്ങളും കനാലുകളും നിർമ്മിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് കമലാപുരം കുളവും അതുപോലെ തന്നെ ഹിരിയ കനാലുമാണ്. അക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജലസേചന പദ്ധതിയാണ് ഹിരിയ കനാലായി കണക്കാക്കുക. വിജയനഗരത്തിൻ്റെ ഫോർട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. പേർഷ്യൻ ഭരണാധികാരി കോഴിക്കോട്ട് അയച്ചിട്ടുള്ള നയതന്ത്ര പ്രതിനിധിയായിട്ടുള്ള അബ്ദുൾ റസാഖ്, പോർച്ചുഗീസ് സഞ്ചാരിയായിട്ടുള്ള ഡൊമിംഗോ പായസ് എന്നിവർ വിജയനഗര കോട്ടയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ കോട്ട നഗരത്തെ മാത്രമല്ല വലയം ചെയ്തിട്ടുള്ളത്, ഉൾപ്രദേശത്തെ കാർഷിക വിളയും വനങ്ങളെയും അവ വലയം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് ഇത് എന്നുള്ളത് നോക്കാം. ചുറ്റുമുള്ള കുന്നുകളെയും കോട്ടമതിൽ ബന്ധിപ്പിച്ചിരുന്നു. കോട്ടമതിലൂടെ നിർമ്മാണത്തിന് ചാന്തോ ബന്ധിപ്പിക്കാനുള്ള മറ്റെന്തേ വസ്തുക്കളോ ഉപയോഗിച്ചിട്ടില്ല. ആപ്പിൻ്റെ ആകൃതിയിലുള്ള ലോക്ക് ചെയ്യുന്ന കല്ലുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കൃഷിഭൂമിയെ വലയം ചെയ്തുകൊണ്ടായിരുന്നു കോട്ട നിർമ്മിച്ചത്. 1, 2, 3 കോട്ടമതിൽക്കിടയിൽ കൃഷിഭൂമികൾ, ഉദ്യാനങ്ങളും വീടുകളുണ്ടായിരുന്നു. അതായത് കോട്ടയ്ക്കുള്ളിൽ ഈ കൃഷിഭൂമി മറ്റൊക്കെ ഉണ്ടാകുന്നത് കാരണം ശത്രുക്കളുടെ ഉപരോധമുണ്ടെങ്കിൽ അവർക്ക് എത്ര കാലം അതിൻ്റെ ഉള്ളിൽ കഴിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്തത്. കോട്ടയ്ക്ക് പുറത്ത് ശത്രുക്കളുടെ ഉപരോധത്തെ പ്രതിരോധിക്കാനും കോട്ടയ്ക്കുള്ളിൽ കൃഷിയിടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. രാജകീയ കേന്ദ്രം കോട്ടയുടെ 3ാം നിരക്കകത്തായിരുന്നു. രാജകീയ കേന്ദ്രത്തിലെ എല്ലാ പ്രധാന കെട്ടികൾക്കും സ്വന്തമായിട്ടുള്ള ചുറ്റുമതിലുണ്ടായിരുന്നു. ഈ കേന്ദ്രത്തിൽ 60-ൽ പരം ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ഇനിയാണ് നോക്കേണ്ടത്. ഏകദേശം 30ഓളം കൊട്ടാരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടത് മുഴുവനായിട്ടും കല്ലുകൾ കൊണ്ടാണ്. കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്ന നശിക്കുന്ന വസ്തുക്കളുണ്ട്. ഏത് സമയത്തും നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലായിരുന്നു എന്നാണ്. ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളിൽ ഏറ്റവും വലുത് രാജാവിൻ്റെ കൊട്ടാരമാണ്. ഇതിൽ ആരെയും ആകർഷിക്കുന്ന 2 മണ്ഡപങ്ങളുണ്ടായിരുന്നു. അതിനാണ് മഹാനവമി ദിബ്ബകൾ എന്ന്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, മഹാനവമി ദിബ്ബകൾ എന്ന് പറയുന്നത് രാജകൊട്ടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡപമാണ് മഹാനവമി ദിബ്ബ എന്ന് പറയുന്നത്. നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 40 അടി പൊക്കവും ഏകദേശം 11,000 ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര അടി വിസ്തീർണമുള്ള വിശാലമായിട്ടുള്ള മണ്ഡപമാണ് ഈ മഹാനവമി ദിബ്ബകൾ. ഇതിൻ്റെ തറഭാഗം കൊത്തുപണികൾ. നമുക്ക് ഹംപിൻ്റെ ചിത്രങ്ങൾ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇത്തരത്തിലുള്ള മഹാനവമി ദിബ്ബകൾ നമുക്ക് കാണാൻ പറ്റും. കൊത്തുപണികളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. നിരവധി ആചാരങ്ങൾ നടന്നിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മഹാനവമി ആഘോഷം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരുന്നു. വിജയനഗര രാജാക്കന്മാർ തങ്ങളുടെ ശക്തിയും പ്രതാപവും കാണിക്കുന്ന ഒരു വേദിയായിരുന്നു ഈ നമ്മുടെ മഹാനവമി ദിബ്ബകൾ, ഒരു മണ്ഡപം. രാജകീയ കൊട്ടാരത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള
നമ്മുടെ കെട്ടിടങ്ങളിൽ ഒന്നായിരുന്നു ലോട്ടസ് മഹൽ. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് സഞ്ചാരിയാണ് ഇതിന് പേര് നൽകിയിട്ടുള്ളത്. ഓക്കെ, അത് ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് രാജകീയ കേന്ദ്രം ഏറ്റവും ഭംഗിയുള്ള കൊട്ടാരങ്ങൾ ആസാരരാമ ക്ഷേത്രങ്ങളായിരുന്നു. ഓക്കെ, തുങ്കഭദ്ര പാറക്കുട്ടികൾ നിറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഈ ഭാഗത്ത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഭാഗത്ത് നോക്കാനുള്ളത്. ഈ മെറ്റീരിയൽ നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.